നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ആദൂർ കർമ്മന്തൊടിയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യ സൗപർണികയാണ് മരിച്ചത്. ചെറുവത്തൂരിൽ കയർ പൊട്ടിച്ചെത്തിയ പോത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. ഒടുവിൽ കാസർഗോഡ് നിന്ന് വനംവകുപ്പിന്റെ RRT സംഘവും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി മയക്കുവെടി വെച്ചാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. ജില്ലയിലെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തും. PM ആർഷോയും K വിദ്യയും വിവാഹിതരാകുന്നു. തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് വിവാഹം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് AIF-ന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. നിരവധി ആളുകൾ മാർച്ചിൽ അണിനിരന്നു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം നടപ്പിലാക്കുന്ന വിഷൻ 2030ന്റെ ഭാഗമായി ജില്ലാതല എക്സ്പോർട്ട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ശിഖര കലശാഭിഷേകം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ആദൂർ കർമ്മന്തൊടിയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യ സൗപർണികയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. വീട്ടിന്റെ മുകൾ നിലയിലെ ബെഡ്റൂമിൽ ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗപർണികയെ കണ്ടെത്തുകയായിരുന്നു. കാറടുക്ക ഗ്രാമപഞ്ചായത്തിലെ കർമ്മന്തോടി മൂടാംകുളത്ത് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗപർണികയെ കണ്ടെത്തുകയായിരുന്നുവെന്നാണ് വിവരം. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പുതുതായി പണിത വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിലെ ഫാനിലാണ് ഷാൾ കെട്ടി തൂങ്ങിയ നിലയിൽ സൗപർണികയെ കണ്ടെത്തിയത്. ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് താഴെയിറക്കി മുള്ളേരിയയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. മുളിയാർ പാത്തനടുക്കം സ്വദേശിനിയായ സൗപർണിക നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യയാണ്. ദമ്പതികൾക്ക് 2 മക്കളുണ്ട്. 1 മാസം മുൻപാണ് കുടുംബം പുതുതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയത്. ചടങ്ങിൽ പങ്കെടുക്കുവാനായെത്തിയ ഭർത്താവ് രാജേഷ് കുമാർ പിന്നീട് ജോലി സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നു. വെള്ളിയാഴ്ച രാത്രി 11:30 ശനിയാഴ്ച രാവിലെ 7 മണിക്കും ഇടയിലുള്ള സമയത്താണ് സൗപർണിക ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. വിവരമറിഞ്ഞ് ഭർത്താവ് രാജേഷ് കുമാർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. ആദൂർ ഇൻസ്പെക്ടർ RC ബിജുവിന്റെ നേതൃത്വത്തിൽ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഭർത്തൃമതികളായ യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം തുടർക്കഥയാകുന്നത് വലിയ ആശങ്കയ്ക്കാണിടയാക്കുന്നത്. സൗപർണികയുടെ മരണം കൂടാതെ കാസർഗോട്ടും പരിസരങ്ങളിലുമായി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭർത്തൃമതികളായ 3 യുവതികളാണ് തുടർച്ചയായി മരണപ്പെട്ടത്. എല്ലാ സംഭവങ്ങളിലും പോലീസ് ഊർജിതമായ അന്വേഷണമാണ് നടത്തിവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂരിൽ കയർ പൊട്ടിച്ചെത്തിയ പോത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. ഒടുവിൽ കാസർഗോഡ് നിന്ന് വനം വകുപ്പിന്റെ RRT സംഘവും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി മയക്കുവെടി വെച്ചാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. ദിവസം മുൻപ് പടനയിൽ നിന്ന് വാങ്ങി കുളപ്പുറത്തേക്ക് കൊണ്ടുപോയ പോത്ത് കയർ പൊട്ടിച്ചെത്തിയാണ് ടൗണിലും പരിസരത്തുമായി ഭീതി പരത്തിയത്. ഞാണങ്കൈ വയലിലാണ് പോത്ത് എത്തിയത്. പോലീസിലും അഗ്നിരക്ഷാസേനയിലും വിവരമറിയിച്ചതോടെ സേനാംഗങ്ങൾ എത്തി നാട്ടുകാരുടെ സഹായത്തോടെ പോത്തിനെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും കുതിച്ചുചാടി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ടൗണിലെ വിവിധ കെട്ടിടങ്ങൾക്കിടയിലൂടെയും ഓടി.
വൈകുന്നേരത്തോടെ കാസർഗോഡ് നിന്ന് വനം വകുപ്പിന്റെ RRT സംഘവും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി മയക്കുവെടിവെച്ചാണ് പോത്തിനെ ഒരുവിധത്തിൽ പിടിച്ചുകെട്ടിയത്. 2 വട്ടം മയക്കുവെടിവെച്ചിട്ടും പോത്ത് അക്രമാസക്തമായി ഓടി. വില്ലേജ് ഓഫീസറും തൃക്കരിപ്പൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ KV പ്രഭാകരന്റെയും നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയും ഉച്ചമുതൽ പോത്തിനെ തളയ്ക്കാനുള്ള നീക്കത്തിലായിരുന്നു. വൈകുന്നേരം 6 മണിയോടെ പോത്തിന്റെ ശൗര്യമടങ്ങിയതോടെയാണ് കയർ ഉപയോഗിച്ച് കെട്ടിയിടാനായത്. കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർ S. രാജു, വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ K. സത്യൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മയക്കുവെടി ഉതിർത്തത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാട്ടുകുളങ്ങര അംഗൻവാടി പ്രവേശനോത്സവം വർണ്ണാഭമായി. രാമനഗരം സ്വാമി രാംദാസ് സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപക സുനിതാ ദേവി ഉദ്ഘാടനം ചെയ്തു. കാട്ടുകുളങ്ങരയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ ഈ വർഷത്തെ പ്രവേശനോത്സവം വർണ്ണശബളമായ പരിപാടികളോടെ നടന്നു. പുത്തൻ ഉടുപ്പുമായി ചെണ്ടമേളം, ബലൂൺ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. അമ്മമാരും രക്ഷിതാക്കളും നാട്ടുകാരും പങ്കാളികളായി. രാമനഗരം സ്വാമി രാംദാസ് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക സുനിതാ ദേവി ഉദ്ഘാടനം ചെയ്തു. എന്തായാലും കുറച്ച് കുട്ടികളെങ്കിലും സ്കൂളിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞു മക്കളെടുത്ത് ഞാൻ പറയുന്ന ഒന്നും അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. എന്താണ് അവരെ പ്രായം അതാണ്. അവരാ ബലൂണും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ? ഇങ്ങോട്ട് നോക്കി എല്ലാവരും ഒന്ന്, കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് ഇങ്ങോട്ട് നോക്കി ഒരു ഹായ് പറഞ്ഞ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ. ഒന്ന് ഉഷാറായിട്ട് പുതിയ മക്കളും ഉണ്ടാവും, കഴിഞ്ഞ വർഷത്തെ സീനിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാവും. എന്നാലും കുട്ടികൾ ഇപ്പോൾ മിക്ക പരിപാടിക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാറില്ല. ചിലപ്പോൾ ഞാൻ പ്രോഗ്രാമെല്ലാം നടത്തുന്ന സമയത്ത് LP വിഭാഗത്തിലെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുത്തി കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ വേറെയെങ്കിലും ആയിരിക്കും. അപ്പം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളായ രീതിയിലുള്ള നിർദ്ദേശങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അജാനൂർ പഞ്ചായത്ത് അംഗം PK കാർത്യായനി അധ്യക്ഷത വഹിച്ചു. ശ്രീധരൻ, V. രാധാകൃഷ്ണൻ കാട്ടുകുളങ്ങര, അരുൺ ശങ്കർ, സുധീഷ്, നാരായണൻ മണ്ണട്ട തുടങ്ങിയവർ സംസാരിച്ചു. ഉമേശൻ കാട്ടുകുളങ്ങര സ്വാഗതവും അംഗൻവാടി ടീച്ചർ AV സാവിത്രി നന്ദിയും പറഞ്ഞു. നാട്ടിലെ വിവിധ ക്ലബ്ബുകളും അമ്മമാരും കുട്ടികൾക്ക് കുടയും പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ ചെമ്മട്ടംവയൽ അംഗൻവാടിയിൽ ആഹ്ലാദവും സന്തോഷവും പകർന്ന് പ്രവേശനോത്സവം നടന്നു. വൃക്ഷത്തൈ നട്ടും മധുരപലഹാര വിതരണം നടത്തിയും പ്രവേശനോത്സവം സമ്പന്നമാക്കി. കുരുന്നുകൾ അറിവിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭ 9-ാം വാർഡ് കാഞ്ഞങ്ങാട് ICDS കീഴിലുള്ള 98-ാം നമ്പർ ചെമ്മട്ടംവയൽ അംഗൻവാടിയിൽ ആഹ്ലാദവും സന്തോഷവും പങ്കിട്ട് പ്രവേശനോത്സവം നടന്നു. 23 കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ KV രാധ ഉദ്ഘാടനം ചെയ്തു. ഈ അംഗൻവാടിയിൽ കുട്ടികൾ എപ്പോഴും ഒരുപോലെ തന്നെയാണ്. ഒരു കുറവും ഈ അംഗൻവാടിയിൽ കുട്ടികൾ നന്നായിട്ട് അംഗൻവാടിയുടെ ടീച്ചറും ഹെൽപ്പറും നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു അംഗൻവാടിയാണ്. സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയ സൗകര്യം എല്ലാം ഉള്ള ഒരു അംഗൻവാടിയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിയേണ്ട കുട്ടികളെല്ലാം നല്ല മിടുക്കന്മാരായി സ്കൂളിൽ പോകുന്നു. അവിടെ സ്കൂളിൽ എത്തിയിട്ടാകുമ്പോഴും അധ്യാപകർക്കെല്ലാം നല്ല അഭിപ്രായം എന്താണ് ഈ കുട്ടികളെ പറ്റിയിട്ട്. നമുക്ക് തൊട്ടടുത്ത് 3 അംഗൻവാടിയുണ്ട്. 3 അംഗൻവാടിയും നല്ല ഒരു ഭംഗിയായിട്ടൊക്കെ നൽകി പോകുന്നത്. ഇവിടെ അംഗൻവാടിയിൽ കുറേ അധികം ഭക്ഷണ രീതിയെല്ലാം ക്രമീകരണം വെച്ചിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. എല്ലാ കുട്ടികളും പയറും കഞ്ഞി മതി എന്നാണ് എല്ലാ അംഗൻവാടി എന്ന് പറയുന്നത്. നിങ്ങളും അങ്ങനെയുണ്ടാവും. അംഗൻവാടി വർക്കർ P. സരോജിനി അധ്യക്ഷത വഹിച്ചു. പ്രവേശനോത്സവ റാലി, പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടൽ, പഠനോപകരണ വിതരണം, മധുരപലഹാര വിതരണം, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്, വിവിധ കലാപരിപാടികൾ എന്നിവ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടന്നു. ചെമ്മട്ടംവയൽ പാട്യം ക്ലബ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോനാച്ച വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെമ്മട്ടംവയൽ വയോജന ക്ലബ് കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ നൽകി. ALMC അംഗങ്ങളായ K. ലത, T. വസന്ത, M. ബീന, ശ്യാമള, VP പ്രജീഷ, P. പത്മിനി, സോഷ്യൽ സ്കൂൾ കൗൺസിലർ KV ജിജി, പൊതുപ്രവർത്തകരായ KV പുരുഷോത്തമൻ, K. ഉണ്ണി, N. രത്നാകരൻ എന്നിവർ സംസാരിച്ചു. ലേജ് ഫിറ്റിയുടെ ഭാഗമായി യോഗ അധ്യാപകൻ അശോക് കിരണിന്റെ നേതൃത്വത്തിൽ പഠിതാക്കളുടെ കൂട്ടായ്മ കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. PMR ഷോയും K. വിദ്യയും വിവാഹിതരാകുന്നു. തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് വിവാഹം. മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ PMR ഷോയും മുൻ SFI നേതാവ് K. വിദ്യയും വിവാഹിതരാകുന്നു.
തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് ഇരുവരുടെയും വിവാഹത്തിനായുള്ള നോട്ടീസ് സമർപ്പിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നൽകിയ ഔദ്യോഗിക വിവാഹ നോട്ടീസിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ ഇരുവരും ഏറെ സജീവമാണെങ്കിലും വിവാഹ വാർത്ത ഇതുവരെ പങ്കുവച്ചിരുന്നില്ല. തൃക്കരിപ്പൂർ മണിയനോടി സ്വദേശിയായ വിദ്യ നേരത്തെ കോളേജ് അധ്യാപക നിയമനത്തിനായി വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചമച്ചെന്ന കേസിൽ പ്രതിയായതോടെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. പാലക്കാട് കാഞ്ഞിരപ്പുഴ മുതുക്കുറിശി സ്വദേശിയാണ് PM ആർഷോ. നോട്ടീസ് പ്രകാരം ഏപ്രിൽ 29-നാണ് ഇരുവരും തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ വിവാഹത്തിനുള്ള അപേക്ഷ നൽകിയിട്ടുള്ളത്. തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാകും ഔദ്യോഗികമായ വിവാഹം രജിസ്റ്റർ ചെയ്യുക. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് SFI KSU പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ പ്രതികരണവുമായി SFI മുൻ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ രംഗത്തെത്തിയിരുന്നു. ജലം ചീറ്റുന്ന പീരങ്കിയല്ല, തീ തുപ്പുന്ന പീരങ്കിയുണ്ടേൽ കൊണ്ടുവാ, ഞങ്ങൾ തെരുവിലുണ്ടാകും, നമുക്ക് കാണാം എന്നാണ് ആർഷോ ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് AIF-ന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. നിരവധി ആളുകൾ മാർച്ചിൽ അണിനിരന്നു. പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് AIYF-ന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF മുൻ ജില്ലാ സെക്രട്ടറി മുകേഷ് ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. ഈ എണ്ണ വില വർധനവ് ഈ യുദ്ധത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പറയുമ്പോൾ അത് നേരിട്ട് സഹായിക്കുന്നത് എണ്ണ കമ്പനികളെയാണ്. എണ്ണ കമ്പനികൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് തുടർച്ചയായി എണ്ണവില വർദ്ധിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ്. ആരാണ് എണ്ണവില വർദ്ധിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്? ഒന്നാം UPA-യുടെ കാലത്ത് 4.5 വർഷക്കാലം ഈ രാജ്യത്ത് ഇന്ധനവില വർധനവുണ്ടായിരുന്നില്ല. അന്ന് ആ ഒന്നാം UPA-ക്ക് പിന്തുണ കൊടുത്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളായിരുന്നു. എന്നാൽ ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ പോയതോടുകൂടി ഈ രാജ്യത്ത് കണ്ടമാനം ഇന്ധനവില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം എന്ന് പറയുന്നത് എണ്ണ കമ്പനികൾക്ക് യഥേഷ്ടം എണ്ണയുടെ വില കൂട്ടാനുള്ള അവസരമൊരുക്കുന്നതായി. പെട്രോളിന്റെ വില വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കാണ് എണ്ണ കമ്പനികൾക്ക് അവസരം കൊടുത്തത്. അന്ന് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നത് ശ്രീമാൻ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആ മൻമോഹൻ സിംഗ് അന്ന് ഇന്ധനവില വർധനവിനെ കുറിച്ച് ജനങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞത്, എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ എൻ്റെ കയ്യിൽ മാന്ത്രിക വടിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, വീട്ടുകാരോട്, പാവപ്പെട്ട അടുക്കളയെ ഭരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട അമ്മമാരോട് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് നിങ്ങൾ വിറക് ഇന്ധനമായി ഉപയോഗിക്കണമെന്നാണ്. പെട്രോൾ ഡീസൽ വില നിശ്ചയിക്കാനുള്ള അധികാരം കമ്പനികൾക്ക് നൽകിയതാണ് പെട്രോൾ വില വർധനയ്ക്ക് കാരണമെന്നും വില വർധനവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്നും AIYF വ്യക്തമാക്കി. ജില്ലാ സെക്രട്ടറി M ശ്രീജിത്ത്, CPI കാഞ്ഞങ്ങാട് മണ്ഡലം സെക്രട്ടറി N ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രകാശൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോയ KK, വിഷ്ണു G, ജിനു ശങ്കർ, രാകേഷ് രാമണേശ്വരം, ദിലീഷ്, പ്രദീപൻ കാട്ടിപ്പോയിൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് ഔട്ട്ലെറ്റ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം നടപ്പിലാക്കുന്ന വിഷൻ 2030ന്റെ ഭാഗമായി ജില്ലാതല എക്സ്പോർട്ട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മീറ്റ് ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ അപ്പാരൽ കയറ്റുമതി $100 ബില്യൺ ഉയർത്തുക എന്ന ലക്ഷ്യപ്രാപ്തിക്കായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം നടപ്പാക്കുന്ന വിഷൻ 2030ന്റെ ഭാഗമായി ജില്ലാതല എക്സ്പോർട്ട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന മീറ്റ് ജനറൽ മാനേജർ രഞ്ജിത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ യോഗത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് 14 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ മേഖലകളിലും തന്നെ എക്സ്പോർട്ട് കുറവ് വരുന്ന ഒരു ജില്ലകളുണ്ട് കാസർഗോഡ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ടെക്സ്റ്റൈലിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ പ്രശ്നം. ടെക്സ്റ്റൈലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ആകെ മൊത്തം നമ്മൾ ടെക്സ്റ്റൈൽ മേഖല പിന്നോട്ടുള്ള ഒരു സംസ്ഥാനമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏരിയ വളരെ ചെറുതാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് പരിധികളുണ്ട്. വലിയ വ്യവസായങ്ങളിൽപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ടെക്സ്റ്റൈൽ. ഡൈയിങ് യൂണിറ്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പം വലിയ ഡൈയിങ് യൂണിറ്റുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ഏറ്റവും അവസാനം കേരളത്തിലുണ്ടായിരുന്ന മാവൂർ വ്യവസായമായിരുന്നു. മാവൂർ വ്യവസായ കൂട്ടുകാരെ എത്ര കൊല്ലം എല്ലാം പറയാനുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ വലിയൊരു ടെക്സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബേസ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ തന്നെയില്ല. കൂടുതലായിട്ടും നമ്മളെ സംബന്ധിച്ചുള്ളത് നമ്മുടെ ഗാർമെന്റ്സ് മാനുഫാക്ചറിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പോർട്ടുമാണ്. ഗാർമെന്റ്സ് അതേപോലെ തന്നെ നമ്മുടെ ഫർണിഷിംഗ് മെറ്റീരിയൽസ്, കർട്ടൻസ്, ബെഡ്, പില്ലോസ്, അതിന്റെ കവേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ അഭിനേഷ് SS അധ്യക്ഷത വഹിച്ചു. ഹോസ്ദുർഗ് ADI O സുധീഷ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ സിന്ധു PK സ്വാഗതവും സീനിയർ സഹകരണ ഇൻസ്പെക്ടർ അനിത KM നന്ദിയും പറഞ്ഞു. ടെക്സ്റ്റൈൽ, വസ്ത്രനിർമ്മാണം, കൈത്തറി, ഹാൻഡിക്രാഫ്റ്റ് എന്നീ മേഖലകളിൽ എക്സ്പോർട്ട് ചെയ്യുന്നവരും ചെയ്യാൻ താൽപര്യമുള്ളവരുമായ സംരംഭകർ മീറ്റിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹൊസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ശിഖര കലശാഭിഷേകം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി. കൊല്ലൂർ മൂകാംബിക ദേവീ സങ്കല്പമുള്ള ഹൊസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ശിഖര കലശാഭിഷേകം ഇത്തവണയും നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിവിധ പൂജാതി കർമ്മങ്ങളോടെ നടന്നു. താഴികക്കുടത്തിൽ ഇളനീർ, പാൽ, തേൻ, നെയ്, ചന്ദനവെള്ളം, പനിനീർ എന്നിവയാൽ അഭിഷേകം നടന്ന ശേഷം പ്രവേശന കവാടത്തിലേക്ക് വാദ്യം, ഭജന, ലളിതാ സഹസ്രനാമം, രത്നകല്ല് പതിച്ച വെള്ളിക്കുട എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ചിരുത്തി മംഗളാരതി ചെയ്ത ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ച് എഴുന്നള്ളിച്ച് ദേവിക്ക് കൺമഷി എഴുതി വ്രതത്തിൽ നിന്ന ഒരമ്മ ആരതി ചെയ്ത ശേഷം അന്നദാനവും അഭിഷേക പ്രസാദ വിതരണവും നടത്തി. ललिता दिव्य सहस्रनाम
തുലാഭാരവും നടന്നു. ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വേനലവധി കഴിയാറായതോടെ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രവേശനോത്സവത്തിനുള്ള ഒരുക്കങ്ങളും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പൂർത്തിയായി. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂളുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ PTA-യുടെയും അധ്യാപകരുടെയും NCC, NSS സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഓരോ സ്കൂളുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ക്ലാസ് മുറികൾ കഴുകി വൃത്തിയാക്കിയും സ്കൂൾ പരിസരങ്ങളിലെ കാടുകൾ വെട്ടിമാറ്റി ശുചീകരിക്കുകയും ചെയ്യുന്ന പ്രവൃത്തി സ്കൂളുകളിൽ തകൃതിയാണ്. സഹായത്തിനായി നാട്ടുകാരും ഒപ്പമുണ്ട്. പുതുതായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് ഏറ്റവും മനോഹരമായ അന്തരീക്ഷമൊരുക്കുന്നതിനായി എല്ലാവരും കൈമെയ് മറന്നുള്ള പ്രവൃത്തികളിലാണ്. സ്കൂളിലും പരിസരത്തും അപകടകരമായ നിലയിൽ മരങ്ങളോ മരച്ചില്ലകളോ ഉണ്ടെങ്കിൽ അവ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രവൃത്തികളും സ്കൂളുകളിൽ നടന്നുവരുന്നുണ്ട്. ഉപയോഗശൂന്യമായ ഫർണിച്ചർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും നടക്കുന്നു. സ്കൂളുകളിൽ ഇഴജന്തുക്കൾ കയറിയിരിക്കുവാൻ സാധ്യതയുള്ള ഇടങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അവയുടെ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ ശുചിമുറികളും വൃത്തിയാക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. കുടിവെള്ള ടാങ്ക്, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയും ശുചീകരിക്കുകയും അണുവിമുക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ അടുക്കള, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ എന്നിവയും ശുചീകരിക്കുന്ന പ്രവൃത്തികളും ഊർജിതമാണ്. ഇത്തരത്തിൽ എല്ലാ ശുചീകരണ പ്രവൃത്തിയും പൂർത്തീകരിച്ച് പ്രവേശനോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പൂർത്തിയായി വരുന്നു. 2026-27 അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ജൂൺ 1-ന് GHS ചെമ്മനാടിൽ അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. PTA, MPTA, SMC, പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ NCC, JRC, അധ്യാപകർ, രക്ഷിതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളും എല്ലാം നടന്ന് കഴിഞ്ഞു. ഏറ്റവും ഭംഗിയായി ഈ ഒരു അധ്യയന വർഷം മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദുമ കോതോറമ്പത്ത് ശ്രീ ചുളിയാർ ഭഗവതി ക്ഷേത്ര കോതോറമ്പം തറവാട് പ്രതിഷ്ഠാ ദിനവും കുടുംബസംഘവും ഭക്തി നിർഭരമായി നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കാളികളായി. ഉദുമ കോതോറമ്പത്ത് ശ്രീ ചുളിയാർ ഭഗവതി ക്ഷേത്രം കോതോറമ്പം തറവാട് പ്രതിഷ്ഠാ ദിനവും കുടുംബസംഗമവും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ചടങ്ങുകൾ പ്രത്യേക പൂജകളും ഭക്തിപൂർണമായ ആചാരാനുഷ്ഠാനങ്ങളുടെയുമാണ് നടന്നത്. ക്ഷേത്ര പരിസരം പുഷ്പാലങ്കാരങ്ങളാൽ അലങ്കരിച്ചും കുടുംബാംഗങ്ങളുടെ ഐക്യവും പാരമ്പര്യവും വിളിച്ചോതുന്ന രീതിയിലായിരുന്നു മുഴുവൻ പരിപാടികളും ക്രമീകരിച്ചിരുന്നത്. കുടുംബസംഗമം തറവാട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആകാശ് കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ അഖില കേരള യാദവസഭ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമൻ മേസ്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. P. ലക്ഷ്മി, KTS ബാലകൃഷ്ണൻ, K. കുഞ്ഞിരാമൻ കൊട്ടംകുഴി, ചന്ദ്രഹാസ, K. കേളു, K. കൃഷ്ണൻ അമ്പങ്ങാട്ട് എന്നിവർ സംസാരിച്ചു. കുട്ടികളും സ്ത്രീകളും യുവജനങ്ങളും സജീവമായി പങ്കെടുത്ത പരിപാടിയിൽ തറവാട്ടംഗങ്ങളുടെ തിരുവാതിരയും കുട്ടികളുടെ ഡാൻസും അരങ്ങേറി. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്ന തരത്തിലായിരുന്നു സംഗമം നടന്നത്. ഈ വർഷത്തെ MBBS SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, നവോദയ സ്കൂൾ, USS LSS വിദ്യാർത്ഥികളെയും തറവാട് പ്രസിഡന്റ് K. കമലാക്ഷൻ കരിച്ചേരി അനുമോദിച്ചു. I. നാരായണൻ സ്വാഗതവും ഉദുമ കോതറമ്പം തറവാട് സെക്രട്ടറി K. ദാമോദരൻ ആയമ്പാറ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും അനുമോദനവും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ K. അഹമ്മദ് ഷരീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റിന്റെ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും അനുമോദനവും കോവിൽപ്പള്ളി KVVES കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് വ്യാപാര ഭവൻ വെച്ച് നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് NP അഷ്റഫ് പതാക ഉയർത്തിയതോടുകൂടി പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും വാർഷിക ജനറൽ ബോഡി യോഗവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ K. അഹമ്മദ് ഷരീഫ് നിർവഹിച്ചു. കഴിഞ്ഞ 2 വർഷം മുമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി അഷ്റഫ് ജാനി പ്രവാരന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം
അതിൻ്റെ ഭാഗമായി ഇന്ന് നമുക്കിത് നല്ലൊരു ഹാള് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു കോൺഫറൻസ് ഹാളിൽ ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ഒരു വാടക പോലും കൊടുക്കാതെ ഇരിക്കാൻ നമുക്ക് വലിയൊരു ഭാഗ്യം തന്ന ദൈവത്തിന് ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ട്, 1 വർഷത്തെ റിപ്പോർട്ടും ഓരോരുത്തരും അവതരിപ്പിച്ചു. നിങ്ങൾ ആരും ചർച്ചയിലൊന്നും പങ്കെടുത്തില്ല, ആർക്കും ഒരു പ്രശ്നമില്ല അല്ലേ, ഒരേ പ്രയാസമില്ല, ഒന്നുമില്ല. ഉണ്ടാ ഒന്നുമില്ല, ഇല്ല. പണ്ടൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. GST ഉദ്യോഗസ്ഥന്മാരെ കടയിൽ വരും അല്ലേ, ഫുഡ് സേഫ്റ്റി, ലീഗൽ മെട്രോളജി, ഇങ്ങനെയുള്ള നിരവധിയായ ഉദ്യോഗസ്ഥന്മാരൊക്കെ കടകളിൽ കയറി ഇറങ്ങി ഫൈനും ഒക്കെ ഈടാക്കി പോകുന്ന ഒരു സാഹചര്യം. അന്ന് പല ചോദ്യങ്ങളുണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു. ഇന്നതൊന്നുമില്ല. യൂണിറ്റ് പ്രസിഡന്റ് NP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ഷെരീഫ് സംഘടനാ കാര്യങ്ങളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റുമായ CK ആസിഫ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി KV ദാമോദരൻ യൂണിറ്റിനെ കുറിച്ച് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ PK രവീന്ദ്രൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി KG പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് SLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളായ മാളവിക ദിനേശ്, ശ്രേയ സുരേഷ്, ഹംനാസ്, K ശിവഗംഗ, അഭിരാം സുരേഷ്, ഫാത്തിമത്ത് റംസീന, KV വൈഭവ്, M മുഹമ്മദ് ഹാരിസ് എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് പുതിയ യൂണിറ്റ് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി NP അഷ്റഫിനെയും യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി KG പ്രഭാകരനെയും യൂണിറ്റ് ട്രഷററായി PK രവീന്ദ്രനെയും വൈസ് പ്രസിഡന്റുമാരായി TV ദിനേശിനെയും V ജയകൃഷ്ണനെയും സെക്രട്ടറിമാരായി V ഹരികൃഷ്ണനെയും മധുര ഗണേഷ് പ്രസാദിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467220270. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അംഗീകാരത്തിന്റെ തിളക്കത്തിനൊപ്പം ലക്ഷ്യബോധവും പകർന്ന് ദീപിക വിജയോത്സവം. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു. D-Smart Abacus മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കാഞ്ഞങ്ങാട്ട് നടന്നു. പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഹാളിലാണ് പരിപാടി നടന്നത്. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു തടയാൻ സാധിക്കില്ല. കാരണം ഇന്ന് കുട്ടികളെ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ, ആ മൊബൈൽ നോക്കിയില്ലെങ്കിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിന് കോവിഡ് വരേണ്ടി വന്നു.
അതിന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആശങ്ക എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ TV കണ്ടുകൊണ്ടിരിക്കുന്നു, ഏത് സമയത്തും TV കാണും. അപ്പം എല്ലാ കാലത്തെ രക്ഷിതാക്കളും അതാത് കാലത്തെ സാങ്കേതിക വിദ്യകളോട് പുറത്തിരിഞ്ഞ് നിൽക്കുന്നവരും തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതിയായിരുന്നു ഏറ്റവും ഉത്തമമെന്ന് വിചാരിക്കുന്നവരാണ് രക്ഷിതാക്കൾ. എന്നാൽ അങ്ങനെയല്ല, മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണെന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും എനിക്കുണ്ടാവുന്നത് എൻ്റെ മകനിൽ നിന്നാണ് എനിക്കുണ്ടാവുന്നത്. അപ്പം എൻ്റെ മകൻ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞാനൊക്കെ കരുതുന്ന ഇവനൊക്കെ അരാഷ്ട്രീയവാദിയായിട്ടുള്ള ഒരു മൂരാച്ചിയായി മാറുന്നു ഞാൻ കരുതുന്നു. പക്ഷെ അവൻ എന്നെക്കാൾ നന്നായി ഗ്ലോബൽ പൊളിറ്റിക്സ് മനസ്സിലാക്കുന്നു എന്ന് വളരെ റീസെന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് എന്നാണ് എനിക്ക് മനസ്സിലായത്. മധുസൂദനൻ പിള്ള അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ റവറൻ ഫാദർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അൽസു ട്രിക്സ്, സ്കൂൾ പ്രൊജക്ട് മാനേജർ റിയാസ് PV എന്നിവരും മുഖ്യാതിഥികളായി ചടങ്ങിൽ സംബന്ധിച്ചു. ഷീജ KV സ്വാഗതവും സുർഫുന്നിസ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡി സ്മാർട്ട് അബാക്കസ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് ചർച്ച് ഹാളിൽ നടന്നു. സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് അംഗീകാരത്തിന്റെ തിളക്കത്തിനൊപ്പം ലക്ഷ്യബോധവും പകർന്ന ദീപിക വിജയോത്സവം പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പാസ്റ്ററൽ സെന്ററിൽ നടന്ന പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ പങ്കെടുത്തു. ജീവിതത്തിൽ ലക്ഷ്യം കാണുന്ന കാര്യങ്ങൾ പവിത്രവും മാർഗങ്ങൾ ശരിയുമാണെങ്കിൽ തീർച്ചയായും ഫലങ്ങൾ നമ്മെ തേടിയെത്തുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത വിജിലൻസ് DYSPയും സിനിമാ താരവും എഴുത്തുകാരനുമായ സിബി തോമസ് പറഞ്ഞു. പക്ഷെ ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരുപാട് എനർജി നേടുന്ന സംഭവമാണ്. വിജിലൻസ് കോളേജിൽ പോകണം, മറ്റൊരു ദിവസം പോകാൻ അങ്ങനെ ആബ്സെന്റ് മെസ്സേജ് കൊടുത്തതാണ്. പക്ഷേ ഈ പ്രോഗ്രാം എനിക്ക് മിസ്സായാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമായിട്ട് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോർജ് എന്നെ വിളിച്ച് ക്ഷണിച്ചപ്പോൾ ഞാൻ ഈ പരിപാടി വരാൻ ശ്രമിച്ചത്. കാരണം വിജയികളോടൊപ്പം നിൽക്കുന്നത് ഭയങ്കര എനർജി ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. നമ്മുടെ പോസിറ്റീവ് എനർജി കൂടി പക്ഷെ നമ്മുടെ ആയുസ് തന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. വിജയിച്ചു എന്നുള്ളത് സത്യമാണ്, എല്ലാവരും സന്തോഷമാണ്. വിജയം നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. കാരണം വിജയിച്ച് മാത്രം പോയ ആളുകൾക്ക് പെട്ടെന്നൊരു പരാജയമല്ല, നമ്മൾ പിന്നോക്കം പോകും. ഒരിക്കലും പാടില്ല. ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ചില ടോക്കുകൾ ഞാൻ മിക്കവാറും കേൾക്കുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ടോക്കുകൾ. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മജീഷ്യനായി പ്രാക്ടീസ് ചെയ്ത് ചെറുപ്പത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അത്രയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അമ്മ കുറച്ച് കൂടുതലുമായി. അതിനുശേഷം അച്ഛൻ മരണക്കിടക്കയിൽ അമ്മയുടെ കൈവരിച്ച് പറയുക, കുട്ടൻ മാജിക് ലോകത്ത് നന്നായി ശോഭിക്കാൻ സാധ്യതയുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യണം. ഉദ്ദേശിച്ച ഫലങ്ങൾ ആദ്യം തന്നെ ലഭിച്ചില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ലെന്നും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ അല്പം വൈകിട്ടായാലും അതിന് പ്രതിഫലം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തലശ്ശേരി അതിരൂപതാ വികാരി ജനറൽ മോൺ മാത്യു ഇളംതുരുത്തിപ്പടവിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ ലിസി ജേക്കബ്, ലിജു രാജു, VP അളക, YR ജോസഫ്, അലക്സ് കട്ടക്കയം, ദീപിക റെസിഡൻസ് മാനേജർ ഫാദർ വിപിൻ വെമ്മേനിക്കട്ടയിൽ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ ജോർജ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. ഏഞ്ചൽ അൽഫോൺസ്, അമന്യ വിനു എന്നിവർ പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിച്ചു. SLC+2 CBSE ICSE പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സ്വർണ്ണ മെഡലുകൾ സമ്മാനിച്ചു. മികച്ച വിജയം നേടിയ സ്കൂളുകൾക്ക് ആദരഫലകം കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ ബസ് വേ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. മാവുങ്കാൽ ബസ് വേ ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാവുങ്കാൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. യൂണിറ്റ് പ്രസിഡന്റ് VK ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഫാമിലി വെൽഫെയർ ബെനിഫിറ്റ് സ്കീമിൽ നിന്ന് മരണപ്പെട്ട പ്രിയപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപയുടെ ധനസഹായ വിതരണ ചടങ്ങും 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്ന ഒരു വാർഷിക പൊതുയോഗമാണ് ഇപ്പോൾ ഇവിടെ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവുചെലവുകൾക്കും ഒക്കെ അവതരിപ്പിച്ചു. അങ്ങനെ വിശദമായ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വരുന്ന 2 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്ന നടപടി പ്രത്യേകം മറ്റും ഇനി നടക്കാൻ ഇവിടെയുണ്ട്. വ്യാപാര മേഖലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളോ പ്രശ്നങ്ങളെ കുറിച്ച് ഇവിടെ ഒരു പൊതു ചർച്ചയ്ക്ക് അവസരം നൽകി ആർക്കും ഒരു സംശയമില്ല, അല്ലേ? ഒന്നുമില്ല.
ആകെയുണ്ടായത് ചോദ്യോത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ ബാക്കിയുണ്ട്. ചോദിച്ചോത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വ്യാപാര മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതേക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. ജനറൽ സെക്രട്ടറി കരിയോട്ടി യൂണിറ്റിന്റെ ജനറൽ ബോഡി യോഗം കഴിഞ്ഞ് ഇവിടെ എത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി ജില്ലാ കുടുംബക്ഷേമം ഫണ്ടിൽ നിന്നുള്ള ചികിത്സാ സഹായവും മരണാനന്തര സഹായവും വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് CK ആസിഫ്, യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ലക്ഷ്മി കുഞ്ഞിരാമൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജൂകേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ TK രാജേഷ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മാവുങ്കാൽ സ്വാഗതവും വിജേഷ് ഇന്ത്യൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി VK ഉണ്ണികൃഷ്ണനെയും വൈസ് പ്രസിഡന്റായി രവീന്ദ്രൻ മാവുങ്കാലിനെയും ജനറൽ സെക്രട്ടറിയായി ജൂകേഷ് എമ്മിനെയും ജോയിന്റ് സെക്രട്ടറിയായി ബിജേഷ് ഇന്ത്യനെയും ട്രഷററായി രാജേഷ് TKയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ആദൂർ കർമ്മന്തൊടിയിൽ സൈനികന്റെ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാഗാലാൻഡിൽ സൈനികനായി സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് കുമാറിന്റെ ഭാര്യ സൗപർണികയാണ് മരിച്ചത്. ചെറുവത്തൂരിൽ കയർ പൊട്ടിച്ചെത്തിയ പോത്ത് മണിക്കൂറുകളോളം പരിഭ്രാന്തി പരത്തി. ഒടുവിൽ കാസർഗോഡ് നിന്ന് വനംവകുപ്പിന്റെ RRT സംഘവും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി മയക്കുവെടി വെച്ചാണ് പോത്തിനെ പിടിച്ചുകെട്ടിയത്. ജില്ലയിലെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തും. PM ആർഷോയും K വിദ്യയും വിവാഹിതരാകുന്നു. തൃക്കരിപ്പൂർ രജിസ്ട്രാർ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ 11 മണിക്കാണ് വിവാഹം. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് AIF-ന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. നിരവധി ആളുകൾ മാർച്ചിൽ അണിനിരന്നു. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം നടപ്പിലാക്കുന്ന വിഷൻ 2030ന്റെ ഭാഗമായി ജില്ലാതല എക്സ്പോർട്ട് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് രാജേശ്വരി മഠത്തിൽ ശിഖര കലശാഭിഷേകം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.